யாரு வரணும் உனக்கு? 3 நாள் ஆச்சு நீ சொல்றது இல்ல தெரியாதா? ஏன் சொல்ல முடியாது? உன் பாட்டு உன் அம்மா யாரு தெரியாதானே? யாரை பத்தி இருக்கோம்? മാതാവിന്റെ മൃതശരീരം മനോവൈകല്യമുള്ള മകൻ ആരുമറിയാതെ കട്ടിലിൽ സൂക്ഷിച്ച് പൂജ ചെയ്തത് 3 ദിവസം. കൊല്ലം ജില്ലയിലെ കുളത്തുപുഴയിലാണ് സംഭവം. കുളത്തുപുഴ RPL 2F ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്ന ചിന്നത്താമ്മയുടെ മൃതശരീരമാണ് മകൻ കൃഷ്ണസ്വാമി 3 ദിവസം മുറിക്കുള്ളിൽ സൂക്ഷിച്ച് പൂജ ചെയ്തു വന്നത്. കൃഷ്ണസ്വാമിയും മാതാവ് ചിന്നത്താമ്മയുമാണ് ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നത്. ചിന്നത്താമ്മ വർഷങ്ങളായി സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. മനോവൈകല്യമുള്ള കൃഷ്ണസ്വാമി വീട്ടിനകത്തേക്ക് ആരെയും കയറ്റാറില്ല. ആശാവർക്കർമാർ വന്നാലും അവരെ തിരികെ പറഞ്ഞയക്കും. കൃഷ്ണസ്വാമിയുടെ മകൾ ഇന്നലെ വൈകിട്ട് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴാണ് ചിന്നത്താമ്മ മരണപ്പെട്ടത് അറിയുന്നത്. ഉടൻ തന്നെ ബന്ധുക്കളെയും കുളത്തുപുഴ പോലീസിനെയും വിവരമറിയിച്ചു. എസ്റ്റേറ്റ് വാർഡ് RPL 2F കോളനിയിൽ ഒരു 90 വയസ്സുള്ള ഒരു അമ്മ മരണപ്പെട്ടുണ്ടായി. ഇന്ന് വൈകിട്ട് ഒരു 6 മണിക്കാണ് ഇവിടുത്തെ കോളനിയിലെ തൊട്ടടുത്ത് താമസിക്കുന്നവർ എന്നെ വിളിച്ചത്. അവർക്കൊരു മകനുണ്ട്. അദ്ദേഹം ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരെ ആരും അകത്ത് കാണാനോ ഒന്നും കയറാനോ സമ്മതിക്കത്തില്ല. ആശാവർക്കർ വന്നാൽ പോലെ കയറാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ താമസിച്ച് വരികയാണ്. അപ്പോൾ ഒരു കിടപ്പ് രോഗിയാണ്. ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആശാവർക്കർ ഉൾപ്പെടെ പോയി മാസം തോറും അവരെ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് സുഖമില്ലാതെ ഇവർ കുറേ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ മകള്, അതായത് ഇദ്ദേഹത്തിൻ്റെ മകള് വരികയും വൈകിട്ട് കാണാൻ വന്നപ്പോൾ അങ്ങനെ അമ്മൂമ്മ മരിച്ചു പോയി എന്ന് പറയുമ്പോഴാണ് ഇത് നാട്ടുകാരെ അറിയുന്നത്. അങ്ങനെയാണ് എന്നെ വിളിക്കുകയും ഞാൻ കുളത്തുപുഴ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും ഞങ്ങൾ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് വിടുകയാണ്. കുളത്തുപുഴ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം പുഴുവരിച്ചു തുടങ്ങിയതായി കണ്ടെത്തിയത്. മാനസിക വൈകല്യമുള്ള കൃഷ്ണസ്വാമി തുണി നനച്ച് തുടയ്ക്കുകയും പൗഡർ ഇടുകയും ചന്ദനത്തിരികൾ കത്തിച്ചു വെച്ച് പൂജ നടത്തുകയും ചെയ്തു വരികയായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. കുളത്തുപുഴ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അസ്വാഭാവിക മരണത്തിന് കുളത്തുപുഴ പോലീസ് കേസെടുത്തു.